ഏവർക്കും നമസ്കാരം. മഹാഭാരതം 16-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാമികവനത്തിൽ മടങ്ങിയെത്തി ഏതാനും നാളുകൾക്ക് ശേഷം ഒരു ദിവസം യുധിഷ്ഠിരൻ അർജുനെ അരികത്ത് വിളിച്ച് പറഞ്ഞു: അർജുന, ഭീഷ്മൻ, ദ്രോണൻ, കൃപൻ, കർണൻ, അശ്വത്ഥാത്മാവ് എന്നിവർ ധനുർവേദത്തിൽ പാരംഗതരാണ്. ദൈവം, ബ്രാഹ്മം, മനുഷ്യം മുതലായ സർവ്വ അസ്ത്രങ്ങളുടെ പ്രയോഗത്തിലും ക്രമത്തിലും അവർ നിപുണത നേടിയിട്ടുണ്ട്. അവരെ ജയിക്കണമെങ്കിൽ അമാനുഷികമായ ശക്തിയോടുകൂടിയ ആയുധങ്ങൾ, അത് പ്രയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അനിതര സാധാരണമായ പ്രാഗൽഭ്യവും നീ നേടണം. അതിനുള്ള വിദ്യ വ്യാസഭഗവാൻ എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. പ്രതിസ്മൃതി എന്ന വിദ്യ നിനക്ക് ഞാൻ ഉപദേശിച്ചു തരാം. ദ്രൗപദി പറഞ്ഞു: ഞങ്ങളുടെ ജീവിതവും മരണവും രാജ്യവും ഐശ്വര്യമൊക്കെ ഭവാനിൽ സ്ഥിതി ചെയ്യുന്നു. അപ്രകാരമുള്ള ഭവാന്റെ വേർപാട് ദുസ്സഹമായ ദുഃഖത്തിന് ഹേതുവാണ്. എങ്കിലും ഈ യാത്ര ഞങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ആയതുകൊണ്ട് ഭവാൻ പോകുന്നതിനെ ഞാൻ സർവാത്മന സ്തുതിക്കുന്നു. ഭവാന് നന്മ ഭവിക്കട്ടെ. അങ്ങയ്ക്ക് വിജയം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നു. അങ്ങയ്ക്ക് മംഗളം നേരുന്നു എന്ന് അർജുനനോട് ദ്രൗപദി പറയുന്നു. അർജുനൻ ഭ്രാതാക്കളെ നമസ്കരിച്ച് ബ്രാഹ്മണർ അവരെ ആശീർവദിച്ചു. ദൃഢചിത്തനായി ഫൽഗുരൻ വടക്കോട്ട് യാത്ര തിരിച്ചു. അവൻ രാപ്പകൽ യാതൊരു ക്ഷീണവുമില്ലാതെ സഞ്ചരിച്ചു ഹിമാചൽ പ്രദേശത്തെത്തി. അവിടെ തപസ്സിന് പറ്റിയ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. മാൻതോൾ ധരിച്ച് ദണ്ഡുമേന്തി ഉഗ്രമായ തപസ്സിലേർപ്പെട്ടു. ആദ്യ ദിവസങ്ങളിൽ ഫലങ്ങളും പിന്നീട് അതുപേക്ഷിച്ച് വെറും ഇലകൾ മാത്രം ഭക്ഷിച്ച് വളരെ ദിവസങ്ങൾ തപസ് ചെയ്തു. ഏതാനും മാസങ്ങൾക്ക് ശേഷം സർവ്വവും ഉപേക്ഷിച്ചു. വായു മാത്രം ഭക്ഷിച്ച് കാൽവിരലുകൾ ഊന്നി കൈകൾ ഉയർത്തി ഒന്നിലും തൊടാതെ ഏകാഗ്ര ചിത്തനായി തപസ് തുടർന്നു. അർജുനന്റെ കൊടും തപസ് കൊണ്ട് ഭഗവാൻ രുദ്രന്റെ മനസ്സ് ആർദ്രമായി. അദ്ദേഹം പാർവതി മാതാവിനോട് പറഞ്ഞു: പ്രിയേ, അർജുനന്റെ ഉഗ്രമായ തപസ് നീ കാണുന്നില്ലേ? അവൻ എന്നിൽ നിന്ന് പാശുവാസ്ത്രം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം തപസ് ചെയ്യുന്നത്. വീരന്മാരായ ക്ഷത്രിയർക്ക് കൂടപ്പിറപ്പായുള്ള ഗർവ് അല്പമെങ്കിലും അർജുനനിലുണ്ട്. അത് ശമിപ്പിച്ചിട്ട് വേണം അവന് പാശുവാസ്ത്രം ദാനം ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് കിരാത വേഷധാരികളായി അവൻ്റെ അടുത്തേക്ക് പോകാം എന്ന് മഹാദേവൻ പാർവതി മാതാവിനോട് പറയുകയാണ്. അതായത് അർജുനെ പരീക്ഷിക്കാനാണ്. അർജുന് അല്പം ഹുങ്കൊണ്ടത്രേ, അതാണ് കാരണം. ഉമാകാന്തൻ ഉന്നാതാകാരനായ ഒരു കിരാതൻ്റെ വേഷമെടുത്ത് അർജുന സന്നിധിയിലേക്ക് പുറപ്പെട്ടു. ഉമ ഒരു കിരാത സ്ത്രീയുടെ വേഷത്തിൽ, പാർവതി മാതാവ് ഒരു കിരാത സ്ത്രീയുടെ വേഷത്തിലും അദ്ദേഹത്തെ അനുഗമിച്ചു. അവർ ഇരുവരും പാർത്ഥം തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി. തദവസരത്തിൽ മൂക്കൻ എന്നൊരു അസുരൻ പന്നിയുടെ രൂപം കൈക്കൊണ്ട് അർജുനനെ ആക്രമിച്ച് കൊല്ലുവാൻ ഒരുമ്പെടുന്നത് രുദ്രൻ കണ്ടു. അർജുനനും ഇത് മനസ്സിലാക്കി. രണ്ടുപേരും പന്നിയുടെ നേർക്ക് ബാണങ്ങൾ എയ്തു. 2 ബാണങ്ങളും ഒരേ സമയത്ത് തന്നെ പന്നിയുടെ ശരീരത്തിൽ തുളച്ചു കയറി. കാനനം മുഴുവൻ ഞെട്ടുമാർ അലറിക്കൊണ്ട് പന്നി രൂപം പൂണ്ട മൂകാസുരൻ ചത്തുമലച്ചു. മൂകാസുരനാണ് പന്നിയുടെ രൂപത്തിൽ അർജുനെ കൊല്ലാനായിട്ട് അവിടെ എത്തിയത്. അപ്പം മഹാദേവനും അമ്പെയ്ത്, രണ്ടുപേരും ഒരേ സമയത്താണ് അമ്പെയ്തത്. അങ്ങനെ പന്നി ചത്തുമലച്ചിട്ട് മൂകാസുരൻ ആയി മാറി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന കനകപ്രഭനായ കിരാതനെയും സ്ത്രീയെയും സൗകൂതം നോക്കിക്കൊണ്ട് അർജുനൻ ചോദിച്ചു: ഈ ഘോരവനത്തിൽ സ്ത്രീയോടുകൂടി സഞ്ചരിക്കാൻ നിനക്ക് ഭയമില്ലേ? ഞാൻ ലക്ഷ്യം വെച്ച പന്നിയെ ഇടയ്ക്ക് കയറി നീ എന്ത് ന്യായത്തിനാണ് കൊന്നുകളഞ്ഞത്? നായാട്ടിന് ചേർന്ന ധർമ്മമല്ല നീ ചെയ്തത്. നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് അർജുനൻ കിരാതനോട്, അതായത് മഹാദേവനോട് പറയുകയാണ്. കിരാതൻ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു: ഞാൻ കാട്ടാളനാണ്, വനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. വേട്ടയാടുകയാണ് എൻ്റെ തൊഴിൽ. ഇവളെൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കാട്ടിൽ സഞ്ചരിക്കുന്നത്. നിന്നെ കണ്ടിട്ട് ഒരു കാനനവാസിയായി തോന്നുന്നില്ല. സുകുമാര കുബേളനായ നീ എന്തിനാണ് ഘോരജന്തുക്കളുള്ള ഈ കട്ടിൽ സഞ്ചരിക്കുന്നത്? നിനക്ക് ഭയമില്ലേ? അർജുനൻ പുച്ഛത്തോട് കാട്ടാളനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഭയമോ? എനിക്കോ? എൻ്റെ കയ്യിലുള്ള ഈ വില്ല് ഗാണ്ഡീപമാണ്. നീ കണ്ടില്ലേ? ഭയമൊന്നുമില്ലാതെ ഞാൻ ആ പന്നിയെ നേരിട്ടതും എയ്തു വീഴ്ത്തിയതും. കിരാതൻ പറഞ്ഞു: ഓഹോ, അങ്ങനെയാണോ? ആളൊരു ബമ്പനാണെന്ന് തോന്നല്ലോ. പന്നി ചത്തു വീണത് എൻ്റെ അമ്പ് കൊണ്ടിട്ടാണ്. എന്നിട്ട് നീയാണ് അതിനെ കൊന്നതെന്ന് വീമ്പ് പറയുന്നു. നീ ഒരു അഹങ്കാരി കൂടിയാണെന്ന് തോന്നുന്നു. നിന്റെ ഗർവ് ശമിപ്പിക്കാൻ ഞാനിപ്പോൾ തന്നെ ശ്രമിക്കും. ഇത് കേട്ട് കുപിതനായ അർജുനൻ ഗാണ്ഡീവം കുലച്ച് കിരാതൻ്റെ നേർക്ക് ബാണങ്ങൾ അയച്ചു. കിരാതൻ്റെ ചിരിച്ചുകൊണ്ട് അതെല്ലാം തടുത്തു. ഫൽഗുരൻ പിന്നെയും അമ്പുകൾ എയ്തു. അതെല്ലാം തൻ്റെ എതിരാളിയുടെ മേൽ കൊള്ളുന്നതിന് മുമ്പ് തന്നെ തടയപ്പെട്ടു. അമ്പൊഴിയാത്ത ആവനാഴിയിൽ അമ്പുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഇത് കണ്ട് അർജുനൻ അന്താളിച്ചു. എങ്കിലും അവൻ്റെ വാശി വർദ്ധിച്ചതേയുള്ളൂ. അവസാനം അമ്പുകളെല്ലാം
ഒഴിഞ്ഞ് കയ്യിൽ വില്ലുമായി അതും പൊക്കിയെടുത്ത് കാട്ടാളനെ അടിച്ചു. കാട്ടാളൻ അത് നിസ്സാരമായ വിധത്തിൽ പിടിച്ചെടുത്തു. അർജുനന്റെ വാശിയും വൈരാഗ്യം വർദ്ധിച്ചു വന്നു. അവൻ മരക്കൊമ്പുകൾ അടർത്തിയെടുത്ത് കിരാതനെ അടിച്ചു. അതുകൊണ്ടൊന്നും ഫലമില്ലെന്ന് കണ്ടപ്പോൾ മുഷ്ടി ചുരുട്ടിയായി കിരാതനോടുള്ള ആക്രമണം. ഇത്രയുമായപ്പോൾ കിരാതൻ അർജുനനെ പിടികൂടി അവനെ അമർത്തി ഞെക്കി വീർപ്പ് മുട്ടിച്ചു. അർജുനൻ നിശ്ചേഷ്ടനായി ബോധം കെട്ടു വീണു. കുറച്ചു സമയം കഴിഞ്ഞ് ബോധം ക്ഷയം മാറിയപ്പോൾ അർജുനൻ എഴുന്നേറ്റു. അവൻ്റെ ശരീരമാകെ രക്തത്തിൽ കുളിച്ചിരുന്നു. അവൻ മണ്ണുകൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി അതിന്മേൽ പുഷ്പങ്ങൾ പൂജിച്ച് ശിവധ്യാനം ചെയ്യാൻ തുടങ്ങി. പൂജ തുടങ്ങിയപ്പോൾ കിരാതൻ അർജുനന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. താൻ ശിവലിംഗത്തിൽ അർപ്പിക്കുന്ന പുഷ്പങ്ങളെല്ലാം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കിരാതന്റെ ശിരസിൽ പതിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ എതിരാളിയായ കിരാതൻ സാക്ഷാൽ പരമശിവനാണെന്ന് അർജുനന് മനസ്സിലായി. ഭഗവാന്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം മാപ്പിരുന്നു. ചന്ദ്രശേഖരൻ മഹാദേവൻ സംപ്രീതനായി. അദ്ദേഹം അർജുനനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത് തലോടി സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, ഞാൻ നിന്നിൽ സന്തുഷ്ടനായിരിക്കുന്നു. നിന്നോട് തുല്യനായി വേറെ ക്ഷത്രിയനില്ല. നീ യുദ്ധത്തിൽ സർവ്വശത്രുക്കളെയും ജയിക്കും. നീ ദേവന്മാർ പോലും ജയിക്കും. നീ പൂർവ്വജന്മത്തിൽ നാരായണ സ്നേഹിയായ നരനായിരുന്നു. നാം തമ്മിൽ നടന്ന പോരാട്ടത്തിൽ മായ കൊണ്ടാണ് ഗാണ്ഡീവവും അമ്പടുങ്ങാ താപനാഴിയും ഞാൻ ഗ്രസിച്ചത്. ഈ ആവനാഴി വീണ്ടും അമ്പടുങ്ങാത്തതാവും. നിനക്ക് പോരിലുണ്ടായ വൈശ്യമെല്ലാം ഉടൻ നീങ്ങും. എനിക്കും പ്രിയമേറിയ പാശുപാസ്ത്രം ഇതാ നിനക്ക് ഞാൻ തരുന്നു. 3 ലോകത്തിലും ഈ അസ്ത്രത്തിനെ നശിപ്പിക്കാൻ വയ്യാത്തതായി ഒന്നുമില്ല. വാക്കോ നോട്ടമോ മനസ്സോ ബില്ലോ കൊണ്ട് ഈ അസ്ത്രം പ്രയോഗിക്കാം. അർജുനൻ മഹാദേവനെ താണുവണങ്ങി ഏകാഗ്രചിത്തനായി നിന്നു. പാശുപാസ്ത്രം പ്രയോഗിക്കുന്നതിലും സംഹരിക്കുന്നതിലും സർവ്വരഹസ്യങ്ങളും പരമശിവൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തു. ഇനിയും നിനക്ക് സ്വർഗലോകത്ത് പോകാം എന്നനുഗ്രഹിച്ചിട്ട് പിനാകപാണി പാർവതിയോടൊപ്പം അന്തർദാനം ചെയ്തു. അങ്ങനെ മഹാദേവൻ പാശുപതാസ്ത്രം അർജുനന് നൽകി. ഇനി അർജുനന് സ്വർഗത്തിലും പോകാം. പരമശിവനെ നേരിൽ കാണാനും അദ്ദേഹത്തെ വാത്സല്യത്തിന് പാത്രീഭൂതനാകാനും അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നും പാശുപാസ്ത്രം ലഭിക്കുവാനും ഇടയായതോർത്തപ്പോൾ അർജുനൻ അഭിമാന വിഭ്രജിതനായി ആനന്ദസാഗരത്തിൽ ആറാടി. ചന്ദ്രചൂടൻ തന്നെ മാറോട് ചേർത്ത് തലോടിയ ഓർമ്മ പാർത്ഥനെ കോൾമേർ കൊള്ളിച്ചു. ശത്രുക്കളെ മുഴുവൻ ജയിച്ചുവെന്ന തോന്നൽ അവനിലുണ്ടായി. ഇനിയും എന്താണ് വേണ്ടെന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പാർത്ഥന്റെ മുന്നിൽ വരുണനും കുബേരനും യമനും ദേവേന്ദ്രനും പ്രത്യക്ഷപ്പെട്ടു. അവരെല്ലാം ശങ്കരകാരുണ്യത്തിന് പാത്രീഭൂതനായ അർജുനനെ അനുഗ്രഹിച്ചു. യമൻ തന്റെ പ്രസിദ്ധമായ ദണ്ഡ് അർജുനൻ നൽകിയിട്ട് പറഞ്ഞു, സാക്ഷാൽ മഹാദേവനെ യുദ്ധത്തിൽ സന്തോഷിപ്പിച്ച നീ വിഷ്ണുവോടുകൂടി ഭൂമിയെ ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ആർക്കും തടുക്കുവാൻ സാധ്യമല്ലാത്ത ഈ ദണ്ഡ് കൊണ്ട് നീ മഹത്തായ കർമ്മം നിർവഹിക്കും. വരുണപാശങ്ങളാണ് വരുണദേവൻ നൽകിയത്. ഈ ആയുധം കൊണ്ട് നീ പോർക്കളത്തിൽ ഇറങ്ങിയാൽ നിന്റെ എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കാൻ നീ ശക്തനാകും. വരുണൻ പറഞ്ഞു. കുബേരൻ പറഞ്ഞു, അർജുന, നിനക്ക് ഞാൻ അന്തർദാനം എന്ന അസ്ത്രമാണ് തരുന്നത്. മേല് തുല്യമായ ഗൗരവവും അയയ്യ പരാക്രമവും ചേർന്ന ഭഗവാൻ ഈ അസ്ത്രം ധരിക്കുവാൻ അർഹനാണ്. ദുർജയന്മാരായ അമർത്യന്മാരെ പോലും നിനക്ക് ഇതുകൊണ്ട് നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും. മഹാദേവന്റെ അനുഗ്രഹം വാങ്ങി ദേവന്മാരുടെ പ്രശംസയും വിശിഷ്ടമായ ആയുധങ്ങളും നേടി വിജയശ്രീ ലളിതനായി നിൽക്കുന്ന തൻ്റെ പുത്രനോട് ദേവേന്ദ്രൻ പറഞ്ഞു, വിജയ, നീ ശ്രേഷ്ഠനായ സിദ്ധി നേടി ദേവതുല്യനായിരിക്കുന്നു. സ്വർഗത്തിലേക്ക് കയറുവാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നിന്നെ അവിടെ കൊണ്ടുചെല്ലാൻ മാതലി രഥവുമായി ഇവിടെ എത്തും. അവിടെ വെച്ച് നിനക്ക് ദിവ്യാസ്ത്രങ്ങൾ ഞാൻ നൽകുന്നതാണ്. അർജുനൻ ലോകപാലകന്മാരായ ദേവന്മാരെയെല്ലാം വിധി പോലെ പൂജിച്ചു. അവർ വീണ്ടും അർജുനെ അനുഗ്രഹിച്ചിട്ട് അന്തർദാനം ചെയ്തു. സവ്യസാചി സന്തുഷ്ടനായി സമാശ്വസിച്ചു. അല്പസമയത്തിനുള്ളിൽ ആകാശം പ്രഭാപൂരിതമായി. മേഘം പിളർക്കുന്ന വിധം ശബ്ദമുണ്ടായി. മാതലി തെളിയിക്കുന്ന ഇന്ദ്രന്റെ രഥം അർജുനന്റെ മുമ്പാകെ എത്തി. മാതലിനെ തേരിൽ നിന്നിറങ്ങി അർജുനന് സമീപം വന്ന് അദ്ദേഹം വണങ്ങിയിട്ട് പറഞ്ഞു, ദേവന്മാർക്ക് അങ്ങയെ നേരിൽ കാണാനായി അമരാവതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശുക്രൻ എന്നെ അയച്ചിരിക്കുകയാണ്. ഭഗവാൻ നേരിൽ കയറിയാലും. അർജുനൻ പിതൃക്കളെ മനസ്സാ സ്മരിച്ച് തേരിൽ കയറി. ഉടൻ ആദിത്യ പ്രകാശത്തോടും അത്ഭുത പ്രഭാവത്തോടും കൂടിയ ആ രഥം മേൽപോട്ട് പൊങ്ങി. അത് സ്വർഗലോകത്തിൽ പല പ്രദേശങ്ങളും കടന്ന് ശുക്രന്റെ ആസ്ഥാനമായ അമരാവതിയിൽ വന്നു ചേർന്നു. പാർത്ഥൻ തേരിൽ നിന്നിറങ്ങി ദേവേന്ദ്രന്റെ സമീപം എത്തി ഇന്ദ്രനെ താണുവണങ്ങി. സുരോവരൻ തൻ്റെ പുത്രനെ പിടിച്ചു മടിയിലിരുത്തി നെറുകയിൽ ചുംബിച്ചു. അർജുനൻ
രണ്ടാം ഇന്ദ്രനെപ്പോലെ പ്രശോഭിച്ചു. സംഗീത കുശലമായ ഗന്ധർവന്മാർ മനോഹരമായി പാടി. ദേവസ്ത്രീകൾ നൃത്തം ചെയ്തു. അർജുനൻ ദേവേന്ദ്ര ഗ്രഹത്തിൽ തന്നെ താമസം ആരംഭിച്ചു. അവിടെ വെച്ച് വജ്രായുധ പ്രയോഗവും ഇഴുത്തി പ്രയോഗവും മറ്റും അവൻ അഭ്യസിച്ചു. കൂടാതെ ഗന്ധർവ രാജാവായ ചിത്രസേനയിൽ നിന്ന് ആട്ടം, കോട്ട്, പാട്ട് തുടങ്ങിയ സുകുമാര കലകളും അഭ്യസിച്ചു. ദേവേന്ദ്ര സദസ്സിൽ വെച്ച് അപ്സരസുകളിൽ ശ്രേഷ്ഠയായ ഉർവശി അർജുനനെ കാണുകയുണ്ടായി. അർജുനന്റെ ഗണങ്ങളെപ്പറ്റി നേരത്തെ തന്നെ കേട്ടറിഞ്ഞ ഉർവശി സർവാംഗ സുന്ദരനും ദൃഢഗാത്രനും പുരുഷ കേസരിയും അർജുനനെ നേരിൽ കണ്ടപ്പോൾ അവനിൽ മോഹിതനായി. കാമമോഹിതയായി അർജുനന്റെ വാസസ്ഥലത്ത് എത്തി. നേരിയ പൂമ്പട്ടുടുത്ത് കാലിൽ തിളങ്ങുന്ന കിങ്ങിണിയുടെ മധുര മന്ദഹാസത്തോട് ചെഞ്ചാലയണിഞ്ഞ് മോഹന പാദങ്ങളുടെ മന്ദം മന്ദം മുന്നോട്ട് വെച്ച് അവൾ അർജുനന്റെ മുറിയിൽ പ്രവേശിച്ചു. രാത്രി സമയത്ത് ഉർവശി തൻ്റെ മുറിയിൽ വന്നതിൽ പരിഭ്രമം പൂണ്ട പാർത്ഥൻ എഴുന്നേറ്റ് അവളെ അത്യന്തം ആദരവോടെ അഭിവാദ്യം ചെയ്തു. അർജുനൻ പ്രകടിപ്പിച്ച ആദരവും ബഹുമാനവും കണ്ടപ്പോൾ ഉർവശിക്ക് നിരാശ ഉണ്ടായെങ്കിലും അവൾ അത് പ്രകടിപ്പിച്ചില്ല. അവൾ പറഞ്ഞു, ഭവാന്റെ ഗുണഗണങ്ങൾ കേട്ട നാൾ മുതൽ എൻ്റെ മനസ്സ് അങ്ങയിൽ ആസക്തിയാണ്. ഇന്ദ്രസദസ്സിൽ വെച്ച് ഞാൻ നൃത്തം ചെയ്യുമ്പോൾ ഭവാൻ എന്നെ ഉറ്റുനോക്കുന്നത് ഞാൻ കണ്ടു. ഭവാനെ എന്നെ പ്രാപിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉറ്റുനോക്കിയതെന്ന് ഞാൻ അറിയുന്നു. ഞാനും വളരെ നാളായി അങ്ങയെ പ്രാപിക്കാൻ ആഗ്രഹിച്ചു കഴിയുകയാണ്. ഇത് കേട്ടയുടൻ അർജുനൻ തൻ്റെ കാതുകൾ 2 കൈകൾ കൊണ്ട് പൊത്തി മുഖം തിരിച്ചു കളഞ്ഞു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് കേൾക്കുവാൻ പാടില്ലാത്ത വാക്കുകളാണ് ഭവതി പറയുന്നത്. ഭവതി എനിക്ക് കുന്തി ദേവി പോലെയാണ്. ഞാൻ ഭവതിയെ നൃത്ത സദസ്സിൽ വെച്ച് ഉറ്റുനോക്കിയത് ശരിയാണ്. ഭവതി പുരൂരവസിൻ്റെ ഇഷ്ടധാരങ്ങളായിരുന്നുവല്ലോ. അങ്ങനെ എൻ്റെ പൂർവവംശമായ പൗരവംശത്തിൻ്റെ ജനനിയല്ലേ. അതോർത്തുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ ഭവതിയെ നിർനിമേഷനായി നോക്കിയത്. എൻ്റെ വംശവർദ്ധനീയ നിലയിലുള്ള ആദരവാണ് എനിക്ക് ഭവതിയോട് ഉള്ളത്. എനിക്ക് ഗുരുവിനേക്കാൾ ബഹുമാന്യമാണ് ഭവതിയോട്. ഉർവശി പറഞ്ഞു, അപ്സരസുകളായ ഞങ്ങൾ സ്വേച്ഛധാരിണികളാണ്. തപശക്തി കൊണ്ട് സ്വർഗം പ്രാപിച്ച പുരുഷ വംശപുത്രന്മാർ എന്നെ മാതാവായി കരുതുന്നില്ല. അതുകൊണ്ട് ഭവാൻ എന്നെ മാതാവായി കരുതുന്നതിൽ ഒരു യുക്തിയുമില്ല. കാമപരവശിയായി ഭവാനെ സമീപിച്ച് എന്നെ ഉപേക്ഷിക്കരുത്. എന്നെ സ്വീകരിക്കുക. ഭവാൻ എന്നെ സ്വീകരിച്ചാലും. അർജുനൻ പറഞ്ഞു, ഭവതിയുടെ ഞാൻ വീണ്ടും പറയുന്നു, ഭവതിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനമാണ് ഉള്ളത്. ഞാനിതാ ഭവതിയുടെ കാൽക്കൽ നമിക്കുന്നു. അമ്മേ, എന്നെ പുത്രനെ പോലെ കരുതിയാലും എന്ന് അർജുനൻ ഉർവശിയോട് പറയുകയാണ്. അർജുനൻ ഇപ്രകാരം ദൃഢമായി പറഞ്ഞപ്പോൾ ഉർവശി കെട്ടിപ്പടുത്ത മനോഹരമായ സാമ്രാജ്യം തകർന്നു. അവൾക്ക് കടുത്ത ഇച്ഛാഭംഗം ഉണ്ടായി. അവൾ കലുഷിതയായി പാർത്ഥനെ ശപിച്ചു. ഹേ അർജുന, നീ ആണല്ലാത്തവനാണെന്ന് പരക്കെ അറിയാത്തവണ്ണം ഷണ്ടനാകട്ടെ. മാനം വെടിഞ്ഞു സ്ത്രീജനമധ്യത്തിൽ ആടിപ്പാടി നടക്കുന്നവനായി തീരട്ടെ. ഉർവശി ക്രുദ്ധിയായി അർജുനന്റെ മുറിയിൽ നിന്ന് ശപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അർജുനൻ വിഷണ്ണനായി. അടുത്ത ദിവസം ചിത്രസേനൻ മുഖേന ദേവേന്ദ്രൻ ഈ വിവരം അറിഞ്ഞു. അദ്ദേഹം അർജുനനെ വിളിച്ചു പറഞ്ഞു, അർജുന, നീ ക്ഷമയിലും ആത്മനിയന്ത്രണത്തിലും മഹർഷിമാരെ കൂടി വിജയിച്ചിരിക്കുന്നു. ഉർവശി നിനക്കു തന്ന ശാപം നിനക്കുപമായി തീരും. 13ാമത്തെ വർഷത്തിലെ അജ്ഞാതവാസകാലത്ത് ആണല്ലാത്തവനായി നർത്തകവേഷത്തിൽ നീ 1 വർഷം വസിച്ചു കൊള്ളുക. നിന്നെ ആരും കണ്ടുപിടിക്കില്ല. അത് കഴിഞ്ഞാൽ നിനക്ക് പുരുഷത്വം വീണ്ടും ലഭിക്കും. അതാണ് ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയുന്നത്. അർജുനനെ ഉർവശി ശപിച്ചു. അത് ശാപത്തിന് 13ാമത്തെ വർഷം കാനനവാസം നടത്തി 13ാമത്തെ വർഷം കഴിയുമ്പോൾ സ്ത്രീ വേഷത്തിൽ അർജുനൻ താമസിക്കുന്നു. അങ്ങനെ ആരും കണ്ടുപിടിക്കുക, അതായത് ദുര്യോധനാദികൾ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഉർവശി ശാപം ഉപകാരമായി. ഇത് കേട്ട് പാർത്ഥൻ വളരെ സന്തോഷിച്ചു. ശാപത്തെപ്പറ്റി പിന്നീട് ചിന്തിച്ചേയില്ല. അവൻ 5 വർഷം സ്വർഗത്തിൽ പാർത്തു. ഒരു ദിവസം ലോമശ മഹർഷി ദേവേന്ദ്രനെ കാണാൻ അമരാവതിയിലെത്തി. ഇന്ദ്രസിംഹാസനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന അർജുനനെ കണ്ടപ്പോൾ അദ്ദേഹം ആശ്ചര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അങ്ങ് ആശ്ചര്യപ്പെടേണ്ട. അങ്ങയുടെ സംശയം ഞാൻ തീർത്തുതരാം. ഇവൻ മർത്യനല്ല, ഇപ്പോൾ മനുഷ്യരൂപം ധരിച്ച് ഇരിക്കുന്നുവെന്ന് മാത്രം. പുരാണ മുനീശ്വരന്മാരായ നരനാരായണന്മാരാണ് കൃഷ്ണനും അർജുനനും. ഇവൻ എന്നിൽ നിന്ന് അസ്ത്രങ്ങൾ സമ്പാദിക്കാൻ ഇവിടെ എത്തിയതാണ്. ഇവൻ നിവാതക വചന്മാരെ അവരുടെ അനുയായികളോടൊപ്പം കൊല്ലുവാൻ ശക്തനാണ്. അവരെ സംഹരിച്ചു കഴിഞ്ഞാൽ ഈ വീരൻ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകും. ഭവാൻ കാമിക വനത്തിൽ പോയി യുധിഷ്ഠിരനെ കാണണം. അർജുനൻ ഇവിടെ എന്നോടൊപ്പം സസുഖം പാർക്കുന്നു എന്ന് അധികം താമസിയാതെ അവിടെ എത്തുമെന്നുമുള്ള വിവരം അദ്ദേഹത്തെ അറിയിക്കണം. യുധിഷ്ഠിരനും സഹോദരന്മാരും പാഞ്ചാലിയോടൊപ്പം പുണ്യതീർത്ഥങ്ങളെല്ലാം സന്ദർശിക്കട്ടെ
സന്ദർശിക്കണമെന്നും അറിയിക്കുക. അവരുടെ തീർത്ഥാടന കാലത്ത് ഭഗവാൻ അവരെ രക്ഷിക്കുകയും വേണം. അപ്രകാരം ആവാമെന്ന് സമ്മതിച്ച് ലോമശ മഹർഷി കാമ്യകാരണ വനത്തിലേക്ക് പോയി. മഹർഷി പോയി കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ അർജുനോട് പറഞ്ഞു, നിവാച് കവചന്മാർ, നിവാതക വചന്മാർ കാലകേയന്മാരോട് കൂടി ചേർന്ന് ഇന്ദ്രലോകം ആക്രമിക്കാറുണ്ട്. നീ പോയി അവരെ നശിപ്പിക്കണം. നിനക്ക് അതിനുള്ള കഴിവുണ്ട്. അർജുനൻ ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം നിവാതകന്മാരെയും കാലകേയന്മാരെയും കൊല്ലുവാനായി ദേവേന്ദ്ര തേരിലേറി മാതുലി തെളിച്ച രഥത്തിൽ കയറിപ്പോയി. കശ്യപ പ്രജാപതിക്ക് ദീതി എന്ന ഭാര്യയിൽ ജനിച്ച സന്തതികളുടെ വംശ പരമ്പരയാണ് നിവാതകന്മാർ. അദ്ദേഹത്തിന് തന്നെ ദക്ഷപുത്രിയായ കാളിക, അതായത് കാലയിൽ ജനിച്ച സന്തതികളുടെ വംശ പരമ്പരയാണ് കാലകേയന്മാർ. നിവാതകന്മാർ മണിമതി എന്ന നഗരത്തിലെയും കാലകേയന്മാർ അതിനു സമീപമുള്ള ഹിരണ്യരൂപം എന്ന നഗരത്തിലുമാണ് പാർത്തിരുന്നത്. അർജുനൻ ഈ രണ്ട് നഗരിയിലും പോയി അസുരന്മാരെ എതിർത്തു. മായായുദ്ധത്തിൽ നിപുണരായിരുന്ന അവർ പല വിധത്തിലുള്ള മായാപ്രയോഗത്തിൽ നടത്തിയെങ്കിലും അസാമാന്യ പാടവത്തോടു കൂടിയുള്ള അസ്ത്രപ്രയോഗം കൊണ്ട് അർജുനൻ അവരെയെല്ലാം കൊന്നൊടുക്കി. വിജയശ്രീലിതനായി പുരന്ദ്ര സന്നിധിയിലെത്തി. അർജുനന്റെ വീരപരാക്രമണത്തെപ്പറ്റി മാതുലി ഇന്ദ്രനെ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. ഇന്ദ്രൻ പരസംപ്രീതനായി. അതിനുശേഷം ഒരു ദിവസം ദേവേന്ദ്രൻ അർജുനന് ദിവ്യമായ ഒരു കവചം, പൊന്മയമായ കിരീടം, രക്തഖചിതമായ മാല, ദേവദത്തം എന്ന ശംഖ്, ദിവ്യാസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം സമാനമായി കൊടുത്തിട്ട് പറഞ്ഞു, അർജുന, നീ 5 വർഷമായി ഇവിടെ താമസിക്കുന്നു. സർവ്വ ദിവ്യാസ്ത്രങ്ങളും നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. നിന്റെ സഹോദരന്മാർ നിന്നെ സ്മരിക്കുന്നു. നീ അവരുടെ അടുത്തേക്ക് മടങ്ങിപ്പോകുക. അർജുനൻ സഹോദരന്മാരുടെ അടുക്കിലേക്ക് പോകാൻ തയ്യാറായി. ആയുധം തേടി തപസ് ചെയ്യാൻ പോയ അർജുനന്റെ വിവരം ഒന്നും അറിയാതെ ആകാംക്ഷരായി യുധിഷ്ഠിരനും സഹോദരന്മാരും പാഞ്ചാലിയും കഴിഞ്ഞുകൂടുന്ന കാലത്ത് ഒരു ദിവസം മഹാകീർത്തിമനായ ബൃഹദ മഹർഷി പാണ്ഡവന്മാരുടെ സങ്കേതത്തിൽ വന്നു. മുനിശ്രേഷ്ഠനെ യഥാവിധി പൂജിച്ചു സൽക്കരിച്ച് അദ്ദേഹത്തോട് തൻ്റെ ദുരവസ്ഥയെപ്പറ്റി യുധിഷ്ഠിരൻ വിലപിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്നെപ്പോലെ നിർഭാഗ്യവനായ രാജാവ് ലോകത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങ് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? മഹർഷി, യുധിഷ്ഠിര, നിന്നെപ്പോലെ നിർഭാഗ്യവന്മാരെ ആരും ഉണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നത് ശരിയല്ല. നിന്നെക്കാൾ ഭാഗ്യഹീനനായ ഒരു രാജാവിനെപ്പറ്റി ഞാൻ പറയാം. അദ്ദേഹം അനുഭവിച്ച ദുഃഖത്തിൻ്റെ എത്രയോ ചെറിയ ഒരംശം മാത്രമാണ് യുധിഷ്ഠിര നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. തങ്ങളെക്കാൾ ദുഃഖമനുഭവിച്ച എൻ്റെ രാജാവിൻ്റെ കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറായി. മഹർഷി കഥ പറയാൻ തുടങ്ങി. നിഷധ രാജാവായ വീരസേനന് നളൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പ്രശസ്തനായി തീർന്ന അവൻ അച്ഛൻ്റെ മരണശേഷം നിഷാദ രാജ്യത്തിലെ രാജാവായി തീർന്നു. പരമസുന്ദരനും അശ്വകോവിന്ദ വിദ്വാനുമായിരുന്ന അദ്ദേഹം അനേകം രാജാക്കന്മാരെ കീഴടക്കി. അവരിൽ നിന്ന് കപ്പം വാങ്ങുകയും പ്രജാക്ഷേമ തൽപരമെന്നെ കീർത്തി സമ്പാദിക്കുകയും ചെയ്തു. അക്കാലത്ത് എല്ലാ രംഗത്തും വിസ്തൃതനും വീരപരാക്രമനും ഭീമരാജാവുമായിരുന്ന വിദർഭ രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് ദമനൻ എന്നീ 3 പുത്രന്മാരും ദമയന്തി ഒരു പുത്രിയും ഉണ്ടായിരുന്നു. പുത്രന്മാർ സൽഗുണ സമ്പന്നരും ധീരയോദ്ധാക്കളുമായിരുന്നു. ദമയന്തി സുന്ദരിയും സുശീലയുമായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൻ്റെ കീർത്തി ധവളിക പാരിലാകെ പരന്നു. ദേവന്മാർ പോലും അവളുടെ അനിർവചനീയമായ മേനിയഴകിൽ ആകൃഷ്ടരായിരുന്നു. നളൻ ദമയന്തിയെപ്പറ്റി കേട്ടറിഞ്ഞപ്പോൾ മുതൽ അവളിൽ അനുരക്തയായി. അതുപോലെ തന്നെ നളനെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമകളെപ്പറ്റിയും തോഴിമാരുടെ കൂടിയും മറ്റും അറിയാനിടയായ ദമയന്തി അദ്ദേഹത്തിൻ്റെ ഭർത്താവായി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു പോന്നു. ഒരു ദിവസം നളൻ കൊട്ടാരത്തിലുള്ള ഉദ്യാനത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പറ്റം അരയന്നങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം പതുങ്ങി ശബ്ദമുണ്ടാക്കാതെ മെല്ലെ നടന്നെന്ന് അതിലൊരെണ്ണത്തിന് പിടികൂടി. അപ്പോൾ അത് മനുഷ്യസ്വരത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, രാജാവേ, എന്നെ ഉപദ്രവിക്കാതെ സ്വതന്ത്രമായി വിട്ടാൽ ഞാൻ അങ്ങയ്ക്ക് പ്രിയമായ ഒരു കാര്യം ചെയ്യാം. അങ്ങ് ദമയന്തിയിൽ അനുരക്തിയാണല്ലോ. ഞാൻ അവളുടെ അടുക്കൽ പോയി അങ്ങയെപ്പറ്റി സ്തുതി പറയുകയും ചെയ്യാം. അങ്ങയുടെ മനോഗതം അവളെ അറിയിക്കുകയും ചെയ്യാം. നളൻ ഹംസത്തിനെ വിട്ടു. ഹംസങ്ങൾ വിദർഭയിലേക്ക് പറന്നു. ദമയന്തിയുടെ അന്തഃപുരത്തിലുള്ള സമീപമുള്ള ഉദ്യാനത്തിലെത്തി. അപ്പോൾ ദമയന്തി സഖിമാരോടുകൂടി ഉദ്യാനത്തിൽ ലീലകളാടി രസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പക്ഷികളെ കണ്ടപ്പോൾ അവൾക്ക് അവയിൽ കൗതുകം ജനിച്ചു. നളന്റെ ദൗത്യമായി പോയിരുന്ന ഹംസം അവളുടെ അടുത്തെത്തി. ദമയന്തി അതിനെ പിടികൂടാൻ ശ്രമിച്ചു. എന്നാൽ പിടികൊടുക്കാതെ അത് അവളെ സഖിമാരിൽ നിന്നും കുറച്ചു ദൂരം അകറ്റിക്കൊണ്ടുപോയി. അവൾ ഒറ്റയ്ക്കായപ്പോൾ അരയന്നം പറഞ്ഞു, ഭവതി,
നാരോത്തമനായ നളനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹം മർത്യ സദൃശ്യനാണ്. ഇത്രമാത്രം രൂപഗുണവും സ്വഭാവ ഗുണവുമുള്ള ഒരാൾ മനുഷ്യരിലും ദേവന്മാരിലും കാണുകയില്ല. അവൻ ഭവതിക്ക് അനുരൂപനായ കാന്തനായിരിക്കും എന്ന് അരയന്നം ദമയന്തിയോട് നളനെക്കുറിച്ച് മനോഹരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഭവതി അവന് ഏറ്റവും യോജിച്ചവനും ആയിരിക്കും എന്ന് പറഞ്ഞു നിർത്തിയപ്പോൾ നേരത്തെ തന്നെ നളനെ നനച്ചുകൊണ്ടിരിക്കുന്ന ദമയന്തിയുടെ അനുരാഗത്തിലേക്ക് ഹംസം ചൊരിഞ്ഞ മധുര വാക്കുകൾ നെയ്ച്ചൊരിയുന്നത് പോലെ ആക്കിത്തീർന്നു. അവളുടെ ശരീരം കോരിത്തരിച്ചു. അവളുടെ ഹൃദയം ആനന്ദത്തിൻ്റെ ഊഞ്ഞാലിൽ ആറാടി. അവൾ ഹംസത്തിനോട് പറഞ്ഞു, നിന്റെ അഭിപ്രായം സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. നീ പോയി നളനെ കണ്ട് എൻ്റെ ഇംഗിതം അറിയിച്ച് എന്നെ വേൾക്കുവതിന് ഇവിടെ എത്തിച്ചേരാനായി പ്രേരിപ്പിക്കണം എന്ന് ദമയന്തി ഹംസത്തിനോട് പറഞ്ഞു. അപ്രകാരം ചെയ്യാമെന്ന് അരയന്നം നേരെ നളൻ്റെ അടുത്തെത്തി ദമയന്തിയെക്കുറിച്ചുള്ള കഥകൾ പറയുകയാണ്. നളൻ്റെയും ദമയന്തിയുടെയും മനോഹരമായ പ്രേമം അടുത്ത എപ്പിസോഡിൽ പറയുന്നു. നന്ദി, നമസ്കാരം.